സോ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ബൈക്കാണ്. നമ്മുടെ ട്രാക്ക് യൂസിന് ആരും അധികം അങ്ങനെ ഇപ്പോൾ അറ്റ് ഈ സ്റ്റേജിൽ യൂസ് ചെയ്യാത്തൊരു ബൈക്കാണ്. ഇതാണ് CBR 250. നമുക്ക് അതായത് ഇപ്പോൾ R15 R3 ഒക്കെ വന്നതിന് ശേഷം എല്ലാവരും R3 R15 അല്ലെങ്കിൽ തന്നെ KTM എന്നൊക്കെ പറഞ്ഞ് പോകും. പക്ഷേ ഒരു സമയത്ത് നമുക്ക് ട്രാക്കിൽ ഇറക്കാനായിട്ട് ഉണ്ടായിരുന്ന CBR മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹാൻഡ്ലിംഗ് ബൈക്കാണ്. ഇപ്പോൾ നമ്മൾ പറയാം R15 ഒക്കെ വെച്ച് പറയുവാണെങ്കിൽ പറയും നല്ല ഹാൻഡ്ലിംഗ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഈ ബൈക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു R15ൻ്റെ ഹാൻഡ്ലിംഗ് എന്താണോ ഇതൊരു 250cc ബൈക്കാണെങ്കിൽ ഞാൻ ഈ ഒരു ട്രാക്കിൽ നമ്മുടെ ട്രാക്ഷനിൽ ഓടിക്കുന്ന സമയത്ത് എനിക്ക് R15 പോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്ത ഒരു ബൈക്കാണ് ഈ CBR എന്ന് പറയുന്നത്. സോ നമുക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ നമുക്ക് ഹോണ്ട ഇവിടെ CBR ഇറക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ R15 ഒക്കെ വന്നതിന് ശേഷം നമുക്ക് പാർട്സൊക്കെ അവൈലബിലിറ്റി ഒക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ CBR അധികം ആരും അങ്ങനെ ട്രാക്കിൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഒരു സമയത്ത് ഹോണ്ടയുടെ CBR 250R ആണ് ഒരുപാട് ഉണ്ടായിരുന്ന എല്ലാ പേർക്കും